സൈലന്റ് ആക്കുന്നത്. അല്ല, അനൂപ് അദ്ദേഹം നിശബ്ദനായിരിക്കാനാണ് പറയുന്നത്. അദ്ദേഹം സംസാരിക്കും. പറഞ്ഞോളൂ. സുധാകരേട്ട, എന്താണ് അടുത്ത നിലപാടെന്താണ്? നിലപാട് പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്യും, പ്രവർത്തിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തന രംഗമായിട്ട് മുമ്പോട്ട് പോകും. പാർട്ടിയിൽ തുടരും, പാർട്ടിയെ വെല്ലുവിളിക്കില്ല. പാർട്ടി തുടരാണ്ട് പിന്നെ ഞാൻ എവിടെയാ കൊണ്ട് പാർട്ടിയിൽ തുടരും. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കൊണ്ട് പാർട്ടിയിലൊക്കെ നിഷേധിച്ചില്ലല്ലോ. പാർട്ടിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആക്കീനോ? സുധാകരേട്ട, താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്. അതുള്ളതാണോ? മത്സരിക്കില്ല. സ്വതന്ത്രമായി താങ്കൾ പകരം ആളെ നിർത്തില്ല. പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. പകരം വേറെ കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ നിയോഗിക്കുമോ? കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ, അതായത് അങ്ങേക്ക് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? എല്ലാടി ആളുകൾ, എനിക്ക് എന്റെ ആളുകളുണ്ട്. എല്ലാടി എന്റെ ആളുകളുണ്ട്. അത് കമ്മിറ്റി ഉണ്ടാക്കാനും നേതാക്കന്മാരുണ്ടാക്കാനൊന്നുമല്ല. അത് പാർട്ടിക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാനില്ല. പാർട്ടി എത്രയോ വലുതാണ്, പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്? അതെ, ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. സ്വതന്ത്രമായി മത്സരിക്കാനില്ല, അങ്ങോട്ട് പോകുന്നു. പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കുമില്ലെന്നുണ്ടെങ്കിൽ മത്സരമില്ല. പാർട്ടിക്ക് 100% വിധേയൻ. എസ് കെ രണ്ട് പ്രവചനം, ഒന്ന് സുധാകരനില്ല, രണ്ടാമത് സുധാകരൻ മത്സരിക്കില്ല. 2004 രൂപ. എന്റെ രണ്ട് പ്രവചനം എന്തായാലും രണ്ടും ഭവിച്ചു. ഏതായാലും തൽക്കാലത്തേക്കെങ്കിലും ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, അപ്പൊ അദ്ദേഹം അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു, വിധേയനായ പാർട്ടി പ്രവർത്തകനായി തുടരും. അതേ എസ്കേൻ, കെ സുധാകരനിൽ നിന്നും കാത്തിരുന്ന ഒരു പ്രതികരണം അതാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് താൻ പാർട്ടിക്ക് വിധേയനായി തുടരും എന്ന് തന്നെയാണ്. പാർട്ടിയെ വെല്ലുവിളിച്ച് മത്സരിക്കാനില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. താൻ പാർട്ടിക്ക് വിധേയനായി തുടരും, അത് അദ്ദേഹം യാതൊരു സംശയവുമില്ലാതെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ വസതിയിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് മടങ്ങും വഴി അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് താൻ പാർട്ടിക്ക് വിധേയനായി തന്നെ തുടരും എന്നുള്ളത്. രാഷ്ട്രീയ കേരളം കാത്തിരുന്ന ഒരു മറുപടിയാണ്, ഒരു പ്രതികരണമാണ് കെ സുധാകരനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിലാണ് പ്രതികരിച്ചത് എങ്കിൽ പോലും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു താൻ പാർട്ടിക്ക് വിധേയനായി തുടരും, പാർട്ടിക്ക് വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാനില്ല, ഒറ്റയ്ക്ക് മത്സരിക്കാനില്ല എന്നീ കാര്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. തുടർന്ന് എന്താകും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്നുള്ളത് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങും വഴിക്ക് അദ്ദേഹം നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അദ്ദേഹം ക്ഷോഭിച്ച തരത്തിലുള്ള ഒരു പ്രതികരണമല്ല ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം വളരെ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനം എന്ന മട്ടിൽ തന്നെയാണ് സാധാരണ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പോലെ വൈകാരികമല്ല ഒരു പ്രതികരണമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇത്തവണ. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹവുമായി സംസാരിച്ച് പാർട്ടിക്കൊപ്പം നിൽക്കണം ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. AK ആന്റണിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ അദ്ദേഹവുമായി ഇന്നും ഫോണിൽ ആശയവിനിമയം നടത്തിയിരുന്നു. ഇവരെല്ലാവരും മുന്നോട്ട് വെച്ച ഒരു കാര്യം, ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ്, ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ തള്ളിവിടരുത്, അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വിധേയനായി തുടരണം എന്നായിരുന്നു, സഹകരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിനോട് AK ആന്റണി ആവശ്യപ്പെട്ടത്. അത് AK ആന്റണി തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തായാലും സുധാകരൻ ഈ ഡൽഹിയിലെ വസതിയിൽ നിന്നും മടങ്ങും മുമ്പ് അത് അദ്ദേഹം അംഗീകരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഇല്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് വിധേയനായി താൻ തുടരും, പാർട്ടിയെ വെല്ലുവിളിച്ച് മത്സരിക്കാനില്ല, ഒറ്റയ്ക്ക് മത്സരിക്കാനില്ല തുടങ്ങിയ കാര്യങ്ങൾ കെ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി
വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.